എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരളത്തിലെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ജൂൺ മാസം ആരംഭിച്ചേക്കും. അപ്പോൾ സാധാരണഗതിയിൽ +2ൻ്റെ റിസൾട്ട് വന്ന് ഏകദേശം ജൂൺ 2ാം വാരമാണ് ഈ ഒരു രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നത്. ഇത്തവണയും LBS വഴിയാണ് ഈ ഒരു പ്രവേശന നടപടികൾ നടത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്ക് നേരത്തെ പ്രവേശനത്തിനായിട്ട് എൻട്രൻസ് ടെസ്റ്റ് നടത്തണം എന്നുള്ളത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 2 വർഷമായിട്ട് ഈ ഒരു കാര്യം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്താനായിട്ട് തുടക്കത്തിൽ ഓർഡർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഏത് ഏജൻസി നടത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനം ആകാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം, അതായത് എൻട്രൻസ് ടെസ്റ്റ് ഈ വർഷം കൂടി വേണ്ട, അടുത്ത വർഷം മുതൽ നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം ലഭിക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികളും അതുകൊണ്ട് തന്നെ, അതായത് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ, അതായത് അംഗീകാരം കിട്ടുമോ എന്നുള്ളത്. കാരണം ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിട്ടില്ല എങ്കിൽ ഈ ഒരു അംഗീകാരം നൽകില്ല എന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും കേരള ഗവൺമെൻറ് അതിനായിട്ട് ഒരു പ്രത്യേക അനുമതി വാങ്ങിക്കാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അതേ രീതിയിൽ ഒരു പ്രത്യേക അനുമതിക്കായിട്ട്, അതായത് ഈ വർഷം കൂടി ഇളവിനായിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഈ വർഷം അതേ രീതിയിൽ ഇളവിനായിട്ട് അപേക്ഷ നൽകും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല, അംഗീകാരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എങ്കിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ BSc നഴ്സിംഗ് കോഴ്സ് പഠിച്ച് നഴ്സിംഗ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകൾ നടത്തുന്ന ഗവൺമെൻറ് കോളേജുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ എത്ര രൂപയാണ് ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് വരിക എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തപ്പെടുന്നത്, അതായത് ഒരു കോളേജിൽ, അതായത് ഗവൺമെൻറ് അല്ല മാനേജ്മെൻറ്റ് കോളേജുകളിൽ 50% മെറിറ്റ് സീറ്റും അതുപോലെ 50% മാനേജ്മെൻറ്റ് സീറ്റുമാണ് ഉണ്ടാവുക. അപ്പോൾ ചില മാനേജ്മെൻറ്റ് കോളേജുകളിൽ ആ ഒരു 50% മെറിറ്റ് സീറ്റിലേക്കും അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കും LBS വഴി തന്നെയായിരിക്കും അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ ആകെ മെറിറ്റ് സീറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ മാനേജ്മെൻറ്റ് സീറ്റുകൾ ഉണ്ടാവില്ല. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആ ഒരു രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചില കോളേജിൽ ഈ ഒരു വരുന്ന 50% സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തുന്നത് അതത് മാനേജ്മെൻറ്റ് അസോസിയേഷനാണ്. എന്നാൽ ഈ വർഷം മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഈ ഒരു രീതിയിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് നടത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കോളേജിലും സെപ്പറേറ്റ് അപേക്ഷ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് എന്നുള്ളത്, അതായത് ഇനി വരുന്ന ആ ഒരു കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ ഗവൺമെൻറ് കോളേജുകൾ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 23,700 രൂപയോളമാണ്. അതായത് 23,070 രൂപയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്ന, ഇതിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു 22,070 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഫീസാണ്. പിന്നീട് അത് പുതുക്കിയിട്ട് ഏകദേശം 23,700 അല്ലെങ്കിൽ 70 ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ജസ്റ്റ് 24,000 രൂപയുടെ അടുത്ത് മാത്രമേ ഗവൺമെൻറ് കോളേജിൽ ഫീസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഏകദേശം കോളേജുകൾ എന്ന് പറയുന്നത് 9 ഗവൺമെൻറ് കോളേജുകളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഫീസ് ഇനത്തിൽ അതായത് ഗവൺമെൻറ് കോളേജാണെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതായത് ഏകദേശം മാക്സിമം ടോട്ടൽ 2 ഇയർ കൂടി ടോട്ടൽ ഏകദേശം ഒരു 50,000 രൂപയുടെ അടുത്ത് മാത്രമേ ആ ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫീസായിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ. അതേസമയം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ അതിനനുസരിച്ച് ഫീസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോളേജ്, അതായത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിന് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഫീസ്, അതായത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 73,025 രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 23,300 രൂപയും
ഫീസ് ഇനത്തിൽ വരുന്നതാണ്. ഇത് ഒരു വർഷത്തെ ഫീസാണ്. അപ്പോൾ ഓരോ വർഷം കൂടുമ്പോൾ ജസ്റ്റ് ഇതിലും കുറവ് ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. കാരണം ആദ്യത്തെ വർഷം നിങ്ങളോട് കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിലും അതുപോലെ മറ്റ് ഫീസ് ഇനത്തിലും ആ ഒരു പൈസ വാങ്ങും. അപ്പോൾ അതിനുശേഷം സെക്കൻഡ് ഇയർ തൊട്ട് ആ ഒരു ഫീസിൽ കുറവുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഒരു വർഷം പഠിക്കാനായിട്ട് ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷത്തിനടുത്ത് ചിലവ് വരും എന്നാണ്. ഈ ഒരു സെൽഫ് ഫിനാൻസിൽ പഠിക്കുകയാണെങ്കിൽ അത്രയും പൈസ വരും. അതായത് 1.5 ലക്ഷത്തിനടുത്ത് നിങ്ങളുടെ ബാക്കി ചിലവുകൾ ഉണ്ടാകും. അതായത് നിങ്ങളുടെ ഡ്രസ്സ് വാങ്ങിക്കണം, ഡ്രസ്സിന് തന്നെ നല്ലൊരു യൂണിഫോമിന് നല്ലൊരു പൈസയാകും. അതായത് ഏകദേശം ഒരു 5000-ത്തിനുള്ളിൽ ആ ഒരു പൈസ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ബുക്ക്, അതുപോലെ തന്നെ എക്സാം ഫീസ്, ഇതുപോലുള്ള ഫീസുകളൊക്കെ വരുന്ന സമയത്ത് അതിനോടൊപ്പം അഡീഷണലായിട്ട് ഏകദേശം ഒരു 1.5 ലക്ഷത്തിനടുത്ത് ഉള്ളിൽ തന്നെ ആ ഒരു ഫീസ് വരുന്നതാണ്. അതായത് 1.5 ലക്ഷം തൊട്ട് 2 ലക്ഷത്തിനടുത്ത് ഫീസ് വരും. അപ്പോൾ 4 വർഷം ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് അതിനനുസരിച്ച് ആ ഒരു ഫീസ് വരുന്നതാണ്. അപ്പോൾ ആദ്യ വർഷം ഇത്ര ഫീസ് ഉണ്ടെങ്കിലും ഈ 2ാം വർഷം തൊട്ട് അതിൽ കുറേ ഫീസ് കുറയും. കാരണം ആദ്യ വർഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ യൂണിഫോം, ഇതുപോലുള്ളവയൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ടുള്ള ആ ഒരു കോസ്റ്റ് അടുത്ത സെക്കൻഡ് ഇയർ തൊട്ട് കുറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഫീസ് നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷം തൊട്ട് സെൽഫ് ഫിനാൻസ് കോളേജുകൾ അതായത് മാനേജ്മെൻറ്റ് അസോസിയേഷൻ വഴി അലോട്ട്മെൻറ്റ് നടത്തില്ല എന്നാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കും അതുപോലെ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കും മുൻ വർഷങ്ങളിൽ അലോട്ട്മെൻറ്റ് നടത്തിയപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ആകെ എല്ലാ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ 1000 രൂപ മാത്രമാണ് ഒരു അസോസിയേഷൻ വഴി അടക്കേണ്ടിയിരുന്ന, അതായത് ഒരു അസോസിയേഷൻ വഴി അടക്കേണ്ടിയിരുന്ന ഫീസ് ഇനത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അസോസിയേഷന് കീഴിൽ തന്നെ നിരവധി കോളേജുകൾ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം PNC മേക്ക്, അതുപോലെ തന്നെ AMCS FNCK ഇതുപോലുള്ള നിരവധി സംഘടനകൾ, അതായത് ഏകദേശം 5ഓളം സംഘടനകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അസോസിയേഷനുകൾ വഴി അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മാക്സിമം ആ ഒരു 5 സംഘടന വഴി, അതായത് അസോസിയേഷൻ വഴി അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഏകദേശം 5000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം തൊട്ട് ഈ ഒരു അതായത് അസോസിയേഷനുകൾ മുൻ വർഷം അലോട്ട്മെൻറ്റ് നടത്തിയ വകയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന ഫീസ് ഇനത്തിൽ നിന്നും GST അടക്കണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൽ നിന്ന്, അതായത് കേരളത്തിലെ GST വകുപ്പിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു അസോസിയേഷനുകൾക്ക് വലിയ ബാധ്യതയായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം മുതൽ ആ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തില്ല, അതായത് അസോസിയേഷൻ വഴി അലോട്ട്മെൻറ്റ് നടത്തില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോളേജുകൾ നേരിട്ട് നടത്തുന്നതിന് GST ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഓരോ കോളേജുകളിലേക്കും അലോട്ട്മെൻറ്റിനായിട്ട് ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഓരോ കോളേജും ചിലപ്പോൾ 1000 രൂപ വരെ ഫീസ് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ 1000 രൂപ ഫീസ് വരികയാണെങ്കിൽ നിങ്ങളൊരു 10 കോളേജുകളിലേക്ക് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ, അത് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം 10000 രൂപ, അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം അതായത് അസോസിയേഷൻ വഴി ആണെങ്കിൽ 5000 രൂപ മാത്രമേ ചിലപ്പോൾ ആവശ്യമായിട്ട് വരുള്ളൂ, അതായത് ആകെ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് 5000 രൂപ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു 50 കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. എന്നാൽ ഓരോ കോളേജിലേക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് 50 കോളേജിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 50,000 രൂപ തന്നെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിൽ ഒരു തീരുമാനം ആയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അത് കൂടി LBS അലോട്ട്മെൻറ്റ്, അതായത് LBS വഴി അലോട്ട്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ വരുന്ന അതായത് അധികമായിട്ടുള്ള ബാധ്യത നിങ്ങൾക്ക് വരാതെ വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കോളേജിലും അപേക്ഷ നൽകുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് അധിക ബാധ്യത സൃഷ്ടിക്കും. കാരണം ഓരോ കോളേജിലും 1000 രൂപ എന്ന് പറഞ്ഞാൽ ആ ഒരു കോളേജിൽ നേരിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് കോളേജിലേക്ക് പോകാനുള്ള ബസ്സിൻ്റെ പൈസ, അതുപോലെ തന്നെ ആ ഒരു പോകുന്ന വഴിയിൽ വരുന്ന കുറേ ചിലവുകളുണ്ട്, അതായത് ഫുഡൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ചിലവുകൾ വരും. അപ്പോൾ ഇങ്ങനെ ഓരോ കോളേജിലേക്കും അപേക്ഷ നൽകാനായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതായത് എക്സ്ട്രാ കോസ്റ്റ് കൂടി വരും. അപ്പോൾ ഇത് ഒരു വലിയൊരു ബാധ്യതയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പോസിറ്റീവ് തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജിൽ മെറിറ്റ് സീറ്റിലായാലും മാനേജ്മെൻറ്റ് സീറ്റിലായാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് LBS വഴി അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് രൂപ നിങ്ങൾക്ക് ഒരു വർഷം ഫീസ് ഇനത്തിൽ വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.